പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ ദ്വിരാഷ്ട്ര സന്ദർശനത്തിനായി ഡൽഹിയിൽ നിന്നും പുറപ്പെടുകയാണ്. UK, മാലിദ്വീപ് എന്നീ 2 രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഈ വാർത്തയുടെ വിശദാംശങ്ങളും ജിഷ്ണു കൃഷ്ണൻ തന്നെ നൽകും. ജിഷ്ണു, UK അതോടൊപ്പം തന്നെ മാലിദ്വീപ്സ് എന്നീ 2 രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. പ്രതിരോധം, വ്യവസായം, വാണിജ്യം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ചർച്ച നടക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പറയൂ ജിഷ്ണു. ഗൗതം, 2 രാജ്യങ്ങളിലാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. 2 ദിവസത്തെ UK സന്ദർശനത്തിനായി ഇന്ന് പ്രധാനമന്ത്രി UK-യിലെത്തും. അവിടെ നാളെ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം പ്രതിരോധ മേഖലയിലും വാണിജ്യ വ്യാപാര മേഖലയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനും വ്യാപാര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ധാരണയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയിട്ടുണ്ട്. കൂടാതെ ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസുകൾ ഭാരതത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള ഒരു പുതിയ കരാർ അല്ലെങ്കിൽ പുതിയ ആലോചനകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളും ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ തമ്മിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ചില വിഷയങ്ങളുള്ളത്. UK കേന്ദ്രീകരിച്ച് നടക്കുന്ന ഖാലിസ്ഥാൻ വിഘടനവാദികൾ ഭാരതത്തിനകത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് UK-യിലേക്ക് കടക്കുകയും അല്ലെങ്കിൽ UK-യിൽ നിന്നുകൊണ്ട് ഭാരത വിരുദ്ധ പ്രചാരണത്തിനും ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ആഹ്വാനവും നേതൃത്വവും നൽകുന്നത് സംബന്ധിച്ച് ഇതിനോടകം തന്നെ ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് നയതന്ത്ര തലത്തിൽ, വിദേശകാര്യ തലത്തിൽ തന്നെയുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം UK-ക്ക് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാട്, കുറ്റവാളികൾക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കണം, ഒപ്പം ഭാരതം ആവശ്യപ്പെടുന്ന കുറ്റവാളികളെ കൈമാറണം തുടങ്ങിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള നിലപാട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ UK ഭരണാധികാരികളെ അറിയിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ യൂറോപ്യൻ യൂണിയൻ നിലവിൽ ഭാരതം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായ നിലപാട് ഭാരതം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഭാരതത്തിന് ഉചിതമെന്ന് തോന്നുന്ന വ്യാപാര ബന്ധങ്ങൾ അത് ഏത് ലോകരാജ്യങ്ങളുമായി നടത്തുന്നതിനുള്ള ശക്തിയും അല്ലെങ്കിൽ അതിനുള്ള തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഭാരതത്തിനുണ്ട് എന്ന് വളരെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതും ഈ ഒരു കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചാ വിഷയമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ നാളെ തന്നെ ചാൾസ് രാജാവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി UK-യിൽ കൂടിക്കാഴ്ച നടത്തും എന്ന് അറിയിക്കുന്നു. അത്തരത്തിൽ ഈ 2 ദിവസങ്ങളിലെ സന്ദർശനത്തിൽ പ്രധാനപ്പെട്ട വാണിജ്യ വ്യാപാര മേഖലയിലും പ്രതിരോധ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനുള്ള ചർച്ചകളും ധാരണാപത്രത്തിൽ ഒപ്പുവെക്കലും ഉണ്ടാകും. അതിനുശേഷം പ്രധാനമന്ത്രി മാലിദ്വീപിലേക്ക് എത്തും. മാലിദ്വീപിൽ നമുക്കറിയാം, മുഹമ്മദ് ബൊയ്സു ഭരണകൂടം അധികാരത്തിൽ ഏറിയ ഉടൻ തന്നെ ഭാരതത്തിനെതിരെയുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സഹായമോ കൈത്താങ്ങോ ഇല്ലാതെ തന്നെ മുൻപോട്ട് പോകാൻ സാധിക്കും എന്ന പ്രതികരണങ്ങൾ നടത്തുകയും ഭാരതത്തെ ചൊടിപ്പിക്കുന്ന ചില പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിരുന്നു. അതിന് വലിയ സമ്മർദ്ദം, വലിയ പ്രതികരണം ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. മാലിദ്വീപിൻ്റെ വിനോദസഞ്ചാര മേഖല വലിയ നഷ്ടം വന്ന സാഹചര്യമെല്ലാം തന്നെ നമുക്ക് മുൻപിലുണ്ട്. അതിനുശേഷം മുഹമ്മദ് മൊയ്സു ഭാരതത്തിലെത്തുകയും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും എല്ലാ സഹകരണവും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മുഹമ്മദ് മൊയ്സുവിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മാലിദ്വീപിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. അവിടെ സംബന്ധിച്ച് മാലിദ്വീപിനെ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിനപ്പുറത്തേക്ക് മാലിദ്വീപിന് ഭാരതത്തിൻ്റെ സഹായം വിവിധ മേഖലയിൽ ആവശ്യമാണ്. ഒപ്പം കടൽ മേഖലയിൽ ഭാരതത്തെ സംബന്ധിച്ചൊരു സുരക്ഷിതമായ കേന്ദ്രം മാലിദ്വീപ് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ മുൻപോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം ഭാരതത്തിനുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാലിദ്വീപ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഒപ്പം മാലിദ്വീപിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഗൗതം, ദ്വിരാഷ്ട്ര സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറപ്പെടുകയാണ്. UK, മാലിദ്വീപ് എന്നീ 2 രാജ്യങ്ങൾ സന്ദർശിക്കും. UK സന്ദർശന വേളയിൽ UK കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാരതത്തിനകത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന ഭീകരശക്തികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കടുത്ത നിലപാട് UK സ്വീകരിച്ചേ മതിയാകൂ എന്ന ഭാരതത്തിൻ്റെ തീരുമാനം അവിടെ പ്രധാനമന്ത്രി അറിയിക്കും. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.